കാട്ടാന ശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച വൈദ്യുതി വേലി പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെ തുടർന്ന് ചെറുപുഴ പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പഞ്ചായത്തിലെ 9-ാം വാർഡിലെ ചന്നാട്ടുകൊല്ലി മരുതംതോട്ട മേഖലയിലെ വൈദ്യുതി വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. കാനംവയലിലെ നല്ലക്കുന്നിൽ ഷിജു മാത്യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പദ്ധതിക്കായി പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാർ പ്രകാരമുള്ള നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് കരാറുകാരൻ ബില്ല് മാറിയെടുത്തതെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും ബില്ല് പാസാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശേഷിക്കുന്ന ഫെൻസിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഷിജു മാത്യു വിജിലൻസിനെ സമീപിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലെത്തിയ വിജിലൻസ് സംഘം രേഖകളും വിവരങ്ങളും ശേഖരിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമായതിനാൽ വിജിലൻസ് അന്വേഷണ ഫലം നിർണായകമാകുമെന്നാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. ആന ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വൈകിട്ട് 6 മണി 7 മണിയാകുമ്പം ആനയക്കര കയറി വരുന്നു. അപ്പോൾ ഇതിൽ ഒരു 5 മണി ആയതിനു ശേഷം ഒരു വാഹനം വിളിച്ചാൽ പോലും ഈ വഴിക്ക് വരില്ല. റോഡിൽ കൂടെയാണ് ആന നടക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നു. ആൾക്കാർക്ക് വരാനോ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. പിന്നെ ഈ വേലി കെട്ടിയ ഇതിൻ്റെ പരാതിയായിട്ട് ഞാൻ തന്നെ നേരിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും കണ്ടു പറഞ്ഞു. അപ്പം അവരെയും ബില്ല് മാറിയെന്ന് ചോദിച്ചപ്പം അവരൊരു നിസ്സഹകരണ മനോഭാവം കാണിച്ചു. രണ്ടാമത് പിന്നെ അതിൻ്റെ ബില്ല് മാറിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ബില്ല് മാറി, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം ഞങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു.